ഈ രണ്ടാവശ്യമാണ് നമുക്കുള്ളത്. ഒരു ഫലപ്രാപ്തിയിലെത്തുന്നതുവരെ അത് നടക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. ആ അഭ്യർത്ഥന ഞങ്ങളിവിടെ ആവർത്തിക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നും കുറേയേറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചില ശ്രമങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനകളാണ് ജില്ലാ ഭരണകൂടവും മറ്റു നേതൃത്വം ചെയ്യുന്നത്. ഇവിടുത്തെ MLA ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തിന് കുറേ പുതിയ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ കൂടി I think he is thinking of bringing a dredger, isn't it? No. It is a Poklin. Barge-mounted Poklin, but only the hitch is sea mouth and that railway bridge underpass. Railway bridge underpass height of the water is 5 meters from the 0 point. Now we have to check. I have already given the intimation to 3-4 people. Particularly maximum 5 meter height one barge along with the Poklin. If we are getting that, then nothing to worry on this. That we are trying. I have given the intimation to Bombay and Cochin and Goa shipyard also. That the contractor will tell us any possibilities there. കർണാടക ഇവിടുത്തെ MLAയും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ പോംവഴികളും അദ്ദേഹം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർണാടക ഗവൺമെൻറ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതുപോലെ അന്വേഷണം ഊർജിതമാക്കുകയും അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നത് വരെ ഈ തെരച്ചിൽ തുടരണം എന്നാണ് കേരളത്തിന്റെ ആവശ്യം. ശ്രീ ഈശ്വർ മാൽപ്പയ്ക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും സംവിധാനങ്ങളോ കൂടുതൽ സജ്ജീകരണങ്ങളോ തീരുമാനിച്ചിട്ടുണ്ടോ നിലവിൽ? അതാണല്ലോ MLA പറഞ്ഞല്ലോ, ഇങ്ങനെ ചില കൂടുതൽ സാധ്യതകൾ ആരായുകയാണ്. ഓരോ തീരുമാനമില്ല, ഓരോ സാധ്യതയും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും പരിശോധിക്കുകയും അതിലേക്ക് പോവുകയും വിജയത്തിലെത്തുമെന്ന് പ്രതീക്ഷ. MLA ആണെങ്കിൽ വളരെ താല്പര്യത്തോടുകൂടി ജില്ലാ ഭരണകൂടവുമായും ഗവൺമെന്റുമായും ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതിനകത്ത് കുറച്ചും കൂടി മെച്ചപ്പെട്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യാൻ കഴിയുമെന്നാണ്. ഇത്തരം കാര്യങ്ങളിൽ കേരള സംസ്ഥാന ഗവൺമെന്റിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത്തരം സഹായങ്ങൾ ചെയ്യാൻ കേരള ഗവൺമെന്റും തയ്യാറാണ്. ഇപ്പോൾ വാട്ടർ ലെവൽ കുറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതിന് കഴിഞ്ഞ ദിവസത്തേക്കാൾ വാട്ടർ ലെവൽ കുറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ആ സംവിധാനം കൂടി കൊണ്ടുവരുമ്പോൾ അത് കുറച്ചുകൂടി വേഗത്തിൽ ഡ്രഡ്ജ് ചെയ്ത് കഴിയാൻ പറ്റും. അതാണല്ലോ ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ ആലോചിക്കുന്നത് ഏത് മാർഗം ഉപയോഗിച്ചാലാണ് ഈ തെരച്ചിൽ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുക എന്നാണ്. നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഉയർന്നു വന്ന എല്ലാ നിർദ്ദേശങ്ങളും ഒന്നും തള്ളിക്കളയാതെ അത് ഓരോന്നോരോന്നായി പരിശോധിക്കാനും പരീക്ഷിക്കാനുമാണ് കർണാടക ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അതിലെ കഴിഞ്ഞ ദിവസം നൽകിയ നിർദ്ദേശങ്ങൾ, യോഗത്തിലെ തീരുമാനങ്ങളും പുതിയ സംവിധാനങ്ങൾ എത്തിക്കുന്നു. ടഗ് ബോട്ട് പറഞ്ഞു, ഫ്ലോട്ടിംഗ് സംവിധാനം പറഞ്ഞു. ഇതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. No, floating, I told you, no, because of the barge cannot come with the particularly in that span. Okay. Because of height. Otherwise, there is no problem at all to bring. And one pontoon you can check with the he is their FOK. We have loaded, try to load it. But എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം, ഒരു സാധ്യത നീക്കം കൂടി ഉണ്ടാവുന്നുണ്ട്. ഒരു ബാർജർ കൊണ്ടുവന്ന് ഒരു തടസ്സമുണ്ടാക്കി ജലനിരപ്പ് ക്രമീകരിക്കാൻ, ജലത്തിന്റെ വേഗത ക്രമീകരിക്കാൻ ഉള്ള ഒരു നിർദ്ദേശം അവിടെ MLA മുന്നോട്ട് വയ്ക്കുന്നു. സുരേഷ് ജെയിൻ അദ്ദേഹം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ നിർദ്ദേശത്തിന്റെ സാധ്യത കൊച്ചി, ഗോവ, ഒപ്പം ബോംബെയിലെ ഷിപ്പ് യാർഡുകളുമായി ബന്ധപ്പെട്ട് അത്തരം സാധ്യതകൾ ആരാഞ്ഞു കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യം. എന്തായാലും ആ സാധ്യത ഒരു